പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമുക്കല്പം ഇന്തോനേഷ്യയിലേക്ക് പോവാം. ഇവിടൊക്കെ നിന്ന് കറങ്ങി ആകപ്പാടെ ബോറായി തുടങ്ങി. എന്നാൽ പിന്നെ ഇന്തോനേഷ്യയിലേക്ക് വിട്ടാലോ എന്നുള്ളൊരു ആലോചനയിലാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇന്തോനേഷ്യ എന്നൊക്കെ പറയുമ്പം മലയാളമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ് എന്ന് വിചാരിക്കരുത്. പ്രത്യേകിച്ച് മലയാള ഭാഷയുമായിട്ട്, മലയാള സിനിമയുമായിട്ട്. അതിനൊരു കാരണം നമ്മുടെ ദൃശ്യം 3 ഇപ്പോൾ വൻ ഹിറ്റായിട്ട് മലയാള സിനിമയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അങ്ങ് ഇന്തോനേഷ്യയിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വരും. അതും ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ തന്നെ. ദൃശ്യം സിനിമ പല ഭാഷയിലേക്കും റീമേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തെലുങ്ക്, തമിഴ്, കന്നഡ, പിന്നെ ഹിന്ദി എന്നീ ഭാഷകളിലൊക്കെയാണ് നമ്മൾ പ്രധാനമായി കേട്ടിട്ടുള്ളത്. അതിനിടയിൽ ചൈനീസും സിംഹളയും ശ്രീലങ്കയും ഒക്കെ തന്നെ ഈ ചിത്രം റീമേക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം വൻ വിജയമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. ഈ ചിത്രം റീമേക്ക് ചെയ്ത സ്ഥലങ്ങളിലെല്ലാം വൻ വിജയമായി മാറി. അതിനുശേഷം അതിൻ്റെ 2ാം പാർട്ടിനും 3ാം പാർട്ടിനും ഒക്കെ അവിടുത്തെ ആൾക്കാർ കാത്തിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ 3ാം ഭാഗം ഇറങ്ങുന്നത്. ഇതിനിടയിൽ പുറത്തു വരുന്ന ഒരു വാർത്ത അനുസരിച്ച് നമ്മുടെ അങ്ങ് ഇന്തോനേഷ്യയിൽ ഈ ചിത്രം റീമേക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഓഗസ്റ്റ് മാസം 20-ാം തീയതി ഈ പടം ഇന്തോനേഷ്യയിൽ റിലീസ് ചെയ്യാൻ പോകുന്നു. ദൃശ്യം 1 ആണേ. അതിനകത്തെ പേര് തന്നെ ഇന്തോനേഷ്യ പേരെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ 30 പല്ലിൻ്റെ ഇടയിലെ നാവാണ്. എന്ത് സംഭവിക്കാം. ഏതെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സദയം ക്ഷമിച്ചേക്കണേ. ഞാൻ പേരൊക്കെ എഴുതി ഇട്ടിട്ടുണ്ട്. ദൃശ്യം, നമ്മുടെ ദൃശ്യം അവിടെ അയാക്കു മൗ ഫെരിറ്റ, നമ്മുടെ ദൃശ്യമേ അയാക്കു മൗ ഫെരിറ്റ എന്നാണ് ഇന്തോനേഷ്യയിലെ പേര്. ഇതിൻ്റെ മലയാളം എന്താണെന്ന് കേൾക്കണ്ടേ? അച്ഛാ എനിക്കും പറയാനുണ്ട് എന്നാണ് നമ്മുടെ ദൃശ്യം. അപ്പം നമുക്ക് ദൃശ്യം എന്ന് തന്നെ പറയാം. അതിലെ IG ഗീതാ പ്രഭാകർ ഇതിലെ വേഷം കൈകാര്യം ചെയ്യുന്നത് മർഷ തിമോത്തി. നല്ല സുന്ദരമായ പേരല്ലേ? അവരുടെ ഭാഷയിലെ പേര് അവർക്ക് വളരെ മനോഹരമായിരുന്നു. നമ്മുടെ മോഹൻലാൽ അവതരിപ്പിച്ച ജോർജ് കുട്ടിയായിട്ട് വരുന്നത് ബിനോച്ചി ബാസ്റ്റൻ. ഈ ബിനോജി ബാസ്റ്റനും മാർഷയും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് വെച്ചാൽ അവർ ഭാര്യയും ഭർത്താവുമാണ്. ദൃശ്യം എന്ന പടത്തിലെ ജോർജ് കുട്ടിയും നമ്മുടെ IG ഗീതാ പ്രഭാകറും 2 ബദ്ധ ശത്രുക്കളാണ്. അവർ രണ്ടുപേരും യഥാർത്ഥ ജീവിതത്തിലെ ഭർത്താക്കന്മാരാണ്. അവരാണ് ഇതിനകത്തെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്ത. അതുപോലെ ഡാനിയൽ റെഫ്കി ആണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെ തന്നെ ഇന്തോനേഷ്യയിലെ ഏറ്റവും പ്രസിദ്ധരായ നടനും നടിയും സംവിധായകനും ഒക്കെയാണ്. അവരാണ് ഈ ചിത്രം എടുക്കാൻ പോകുന്നത്. ഇന്തോനേഷ്യയിലെ പ്രസിദ്ധമാനരായ ഫാൽക്കൺ പിക്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേനൊരു നമ്മുടെ ഒരു ടച്ച് വരുന്നുണ്ടല്ലേ? നമ്മൾ എവിടെയൊക്കെയോ കേട്ടിട്ട് പോലെ. പക്ഷേ ഇന്തോനേഷ്യയിലാണ് ഫാൽക്കൺ പിക്ചേഴ്സാണ് ഈ ചിത്രം നിർമ്മിക്കുന്നതും പുറത്തിറക്കുന്നത്. അപ്പം ദൃശ്യം 3 മലയാളത്തിന് ഇങ്ങനെ വിജയകരമായി മുന്നേറുന്ന സമയത്താണ് ദൃശ്യം 1ൻ്റെ പതിപ്പ് അങ്ങ് ഇന്തോനേഷ്യയിൽ ഓഗസ്റ്റ് മാസം 20-ാം തീയതി അവിടുത്തെ തിയേറ്ററിലെല്ലാം കാണാൻ പോകുന്നത്. മലയാള സിനിമയെ സംബന്ധിച്ച് ദൃശ്യം ഒരു വല്ലാത്ത അനുഭവമാണ്. കാരണം പല ഭാഷയിലും മലയാള ഭാഷയുണ്ടെന്നും അവിടെ ഒരു സിനിമാ വ്യവസായമുണ്ടെന്നും ഒക്കെ, അവിടെ നല്ല നല്ല സിനിമകൾ ഉണ്ട് എന്നും നമുക്ക് കാണിച്ചു തരാൻ ഈ ദൃശ്യം തന്നെ സഹായിച്ചു. അതിന് ജിത്തുവിനും ലാലേട്ടനും ഒക്കെ മലയാളി എന്ന നിലയിൽ നമുക്ക് എന്താ പറയുന്നത്, മലയാളി എന്ന നിലയിൽ നമുക്ക് നന്ദി രേഖപ്പെടുത്താം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ദൃശ്യം 3 മലയാളത്തിൽ ഗംഭീര വിജയം നേടുന്നു. എല്ലാ ഭാഷയിലും ഗംഭീര വിജയമായി മാറട്ടെ. അതുപോലെ ഇന്തോനേഷ്യയിലെ ആ സിനിമയും ഗംഭീരമായ വിജയം നേടട്ടെ. നമുക്ക് ഒരിക്കൽ കൂടി ആ പേരൊന്ന് നോക്കാം. അയാക്കു മൗ ഫെരിറ്റ. നമ്മൾ ദൃശ്യം
പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. അതുവരെ ഓക്കെ.